മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. 2 ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്? അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലും എപ്പോ? മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്ക് കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ അത് നേരാ. അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവ? സാധനം എന്റെ കീസേ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. എന്റെ ജോലി കഴിഞ്ഞല്ലോ. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണും. വരട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാ. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. ആ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. PKT എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപ്പൊട്ടണ പോലില്ലേ? എന്ന് പറയുമ്പോൾ അതിലും ശബ്ദമുണ്ട്. ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ. വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് ഇവന് കൊടുക്ക്. ഈ വീട്ടില് 4 അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? ആ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഏട്ടന്മാർ 2 ആളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല. അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട്. നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ? PKT എങ്കിൽ PKT പോയി 4 കാശ് കൊണ്ടുപോവാ. ஏண்டா திருட்டு முண்டா, சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல? என்னடா திருட்டுன்னு முழிக்கிற? ஆளை பார்த்தா தடிமாடு மாதிரி இருக்கிற. கேக்குறல்ல, பதில் சொல்டா. டேய் நீ தற்கொலை பண்ணிக்கிற என் வண்டி தானே கிடைச்சது? என்ன என்னாச்சு? டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான். அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன். அடிக்காதப்பா. ஒருத்த தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும். என்னன்னு கேட்போமே. ஏன் தம்பி நீ யாரு, எங்க இருந்து வர்ற? ഞാൻ ഹരീഷനാണ്. ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. கேட்டியாப்பா? அடிக்கிறதுக்கு முன்னாடி காரணத்தை கேட்டுக்கணும். இந்த ஆளு உன் கம்பெனிக்கு புது மேனேஜர். ஐயோ வணக்கம் சார். வணக்கம். ആ പറഞ്ഞോളൂ, ഞാൻ മലയാളം മറന്നിട്ടില്ല. മലയാളിയാ? ഒയ്യോ, വെളുപ്പിന് വന്നപ്പോ മുറി കിട്ടിയില്ല. ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി. ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിലും ഉറങ്ങുന്നത് കണ്ടു. ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസിൽ ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത്. ആകെ അബദ്ധായി. ஒரு டீ? ഒയ്യോ വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി, അത് മതി. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചുവപ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയിൽ കിടന്ന് ജീവിതം കളയുന്നത്? നാട് വിട്ടു പോന്നാ? ഞാൻ കുട്ടൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീതക്കമ്മുണ്ടായിരുന്നു, തകില് കൊട്ടു. എന്റെ 17ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി. സംഗീതമാകുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമല്ലോ.
ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത്. ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ലല്ലോ. മോളെ, വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് തരുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ? അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത്? പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം? അല്ല അത് ആ படத்தை பார்த்து சிரிச்சிட்டு இருக்க அந்த ஆடு வா யாரில்ல ஐயே யார் பண்ணி? എനിക്ക് ഇവിടുത്തെ സ്വാമി ഒന്ന് കാണണം. ഏരിയ മാനേജർ സ്വാമി. நான் தான் அந்த ஏரியா மேனேஜர் சாமி. இந்த ஏரியா எல்லாமே என் கையில தான். ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഹരികൃഷ്ണൻ. പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗിന് വരുന്നത് ഞാനാ. இந்த ஊர்வலம் கூட தானே வந்தது. മരിച്ചതാര്? അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി. ജോയിൻ ചെയ്യേണ്ട ദിവസം ആയതുകൊണ്ടേ അനുഗ്രഹം നിന്ന് വിട്ടതാ. தள்ளு 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 தள்ளு. அட மாணிக்கம், யாரடா செத்து போனது? என்ன சாமி உங்களுக்கு தெரியாதா? நம்ம ராமநாதபுரத்து எம்பி இல்ல, அவரோட அப்பா தானே செத்து போனவரு. அவருக்கு சொந்த ஊரே இதானங்க. அப்படியா? ராமநாதபுரம் எம்பி உனக்கு யாரு தம்பி? പിന്നെ അവർക്ക് വലങ്കയ്യേ ഞാനല്ലേ സ്വാമി. அப்படியா? அந்த கைய கொஞ்சம் நான் பிடிக்கட்டும். തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ആ எங்கடா அந்த செவிடா அவன்? ஏண்டா அவளத்தை பத்தி பேசுனவன் நீதானே? அவ அப்ப கைய வச்ச கவுண்டர் தான். இனிமே பவுனத்தை நினைப்பியாடா? நினைப்பியாடா? இனிமே பவுன பேர சொல்லுவியா? சொல்லுவியாடா? വാ. സാർ ഇങ്ങോട്ട് സാർ സാർ ഇങ്ങോട്ട് പറയട്ടെ. സാർ സാർ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അതിന് സാറിനെന്താ? അവർ കൗണ്ടർ ആൾക്കാരാ. അതിൽ ഇടപെട്ട കുഴപ്പമാ. அவழத்தை நினைச்ச நெஞ்ச பொழந்துரு. மாமா, இந்த பையல காப்பாத்துறதுக்கு ஒருத்த வந்தான். அவனு ஒரு கை பாத்துருவோமா? எங்கடா அவன்? വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ. അടി അവൻ കൊള്ളട്ടെ. എടോ വേണ്ട സാറേ.
തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ് ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ. എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിഞ്ചപ്പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴം എന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ. കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്, അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ? ഇവിടെ തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. അയാളുടെ ജന്മദിനം. എന്റെ തകിൽവായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ? 85. അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറുടെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിലെങ്ങാനും വെച്ച് കുത്തുവെന്നാ എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരം അറിയും. പി കേറ്റയുടെ ലോറി ഞാൻ കയറ്റും. ആ കൗണ്ടറുടെ പാഴ്സൽ ഇറക്ക്. பவிழத்தின் அச்சனை வந்த பாசல டோர் டெலிவரி. எங்க தலைவருக்குன்னு ஒரு பேர் இருக்கு, அதை சொல்லி கூப்பிடுறா. ஏய் மலையாளத்தா, ഇതൊന്ന് ഒപ്പിട്ട് മേടിച്ചോ. சரிங்க, ഇതെല്ലാം ഉള്ള കൊണ്ടുപോയി വെക്ക சொல்லு. അതിന് സ്പെഷ്യൽ ഹോം ഡെലിവറി ചാർജ് വേണം. തൽക്കാലം വെളിയെ നിൽക്കാനുള്ള ആശയം മാത്രം. ഉള്ള ബന്ധുള്ള ബിസിനസ് വേണ്ട. തടി കേടാക്കാൻ ആഗ്രഹമില്ല സ്വാമി. அடிமுண்டோ வரவங்கிட்ட எல்லாம் ஏமா வரவங்கிட்ட எல்லாம் இந்த ஆளு ஏன் இப்படி சண்டை போடுறாரு? அப்பா பர்த்டே அன்னைக்கு அவரு பாடினதை நீயும் தானே கைத்தட்டி ரசிச்ச. உள்ள கூட்டிட்டு வந்து உட்கார வச்சிருக்கலாம்ல. உங்க அப்பாவுக்கு அதெல்லாம் பிடிக்காதுமா. ஆமா, எதுக்கு எடுத்தாலும் அப்பா அப்பான்னு பயமுறுத்தி என் வாயை அடைச்சிடு. என்ன இப்படி பேசுற?